ഓടും കുതിര ചാടും കുതിര ഫഹദ് ഫാസിൽ അഭിനയിച്ച ഈ സിനിമ റിലീസായത് ലോക എന്ന സിനിമയുടെ കൂടെയായിരുന്നു. ആ സമയത്ത് വളരെയധികം നെഗറ്റീവ് റിവ്യൂ വന്ന ഒരു സിനിമയായിരുന്നു ഇത്. അന്ന് സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് വളരെ സ്ലോ ഫേസിൽ പോകുന്ന ഒരു സിനിമയായത് കാരണം ആ ലോക പോലുള്ള ഒരു ഫാസ്റ്റ് പേസ്ഡ് ഒരു സൂപ്പർ ഹീറോ മൂവിയുടെ കൂടെ ഇതിന് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. പിന്നെ ആവേശം എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ഫഹദ് ഫാസിൽ അഭിനയിച്ചപ്പോൾ എന്തെങ്കിലുമൊക്കെ അവർ പ്രതീക്ഷിച്ചായിരുന്നു. ബട്ട് ഈവൻ ആ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട പ്രൊമോഷൻ വർക്കുകൾ അതിൻ്റെ സംവിധായകൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഡിഫറെൻറ്റ് രീതിയിലുള്ള സിനിമയാണെന്ന്. ബട്ട് എന്നിരുന്നിട്ട് പോലും ആ സിനിമ വളരെ പതിഞ്ഞ രീതിയിലായിരുന്നു അതിൻ്റെ ഒരു പ്രതികരണം. കൂടാതെ ആളുകളും വളരെ കുറവായിരുന്നു. കാരണം അതൊരു ഫെസ്റ്റിവൽ മൂഡ് സിനിമയല്ലായിരുന്നു. ആൾക്കാർ എന്താണ് പ്രതീക്ഷിച്ചത് അത് അതിൽ നിന്ന് കിട്ടിയില്ലെന്നുള്ള രീതിയിൽ വളരെയധികം നെഗറ്റീവ് കമൻറ്റുകൾ ആ സിനിമയ്ക്ക് വരികയുണ്ടായി. അപ്പോൾ അതിനാൽ തന്നെ ഞാൻ ആ സിനിമ കാണണം എന്നുള്ള ഒരു ഡൗട്ടിൽ ഇരിക്കുമായിരുന്നു. പക്ഷേ പിന്നെയും വിചാരിച്ചു എന്നാൽ പിന്നെ ഒന്ന് കണ്ടു നോക്കാം. അതായത് അൽത്താഫിനെ എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു നടനാണ്. അദ്ദേഹം വളരെ സൈലൻ്റാണ്. അപ്പം അദ്ദേഹം പല ഇൻ്റർവ്യൂവിലും പല കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തുള്ള ഒരു കൗതുകം കൊണ്ടാണ് ഞാൻ ഈ സിനിമ കാണാമെന്ന് വിചാരിച്ചത്. ഇത് എൻ്റെ ഒരു വളരെ പേഴ്സണലായിട്ടുള്ള ഒരു ഒപ്പീനിയൻ മാത്രമാണ്. ഇത് ആ സിനിമയുടെ റിവ്യൂ ആയിട്ട് ഞാനത് കണക്കാക്കുന്നില്ല. എനിക്ക് ആ സിനിമ കണ്ടപ്പോൾ ഫീൽ ചെയ്ത് എന്താണോ അത് മാത്രമാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, എനിക്ക് ആ സിനിമ കണ്ടപ്പോഴത്തേക്ക് അതൊരു വളരെ റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു തോട്ടായിട്ടാണ് എനിക്ക് തോന്നിയത്. അത് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം ആയിരിക്കാം. എന്നിരുന്നാലും അതിനകത്ത് പറയുന്ന കാര്യങ്ങൾ വളരെ പുതിയ കാര്യങ്ങളാണ് അതിൽ പറയുന്നത്. അതിൻ്റെ ഒരു ഉദാഹരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇതിനു മുന്നേ മനഃശാസ്ത്രപരമായിട്ടുള്ള സിനിമകൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആ സമയത്ത്, അല്ലെങ്കിൽ മനഃശാസ്ത്രപരമായിട്ടുള്ള പശ്ചാത്തലത്തിൽ വരുന്ന സിനിമകൾ, ഇപ്പോൾ ഉദാഹരണത്തിന് താളവട്ടം അല്ലെങ്കിൽ ഉള്ളടക്കം, പിന്നെ കോമഡി രീതിയിൽ വന്ന മൂക്കില്ല രാജ്യത്ത് തുടങ്ങിയ സിനിമകളിലൊക്കെ അതിനകത്ത് പ്രധാന കഥാപാത്രങ്ങൾക്ക് മാനസിക രോഗമുണ്ട്, അല്ലെങ്കിൽ അത് ചികിത്സിച്ച് ഭേദമാക്കുന്നു എന്നുള്ള ഒരു രീതിയിലത്തെ ഒരു സിറ്റുവേഷൻ, ഒരു മെൻ്റൽ അസൈലത്തിൽ നിന്ന് സ്റ്റോറി തുടങ്ങുന്നു, അല്ലെങ്കിൽ ഒരു നായകനോ നായികയോ മെൻ്റൽ അസൈലത്തിൽ എത്തിച്ചേരുന്നതൊക്കെ ആയിട്ടാണ് അതിൻ്റെ ആ ഒരു സ്റ്റോറി ഡെവലപ്പ് ആവുന്നത്. അപ്പം മനഃശാസ്ത്രപരമായിട്ടുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചികിത്സിച്ച് ഭേദമാക്കേണ്ട രീതിയിലത്തുള്ള ഒരു സൈക്കാട്രിക് പ്രോബ്ലം എന്നുള്ള രീതിയിലാണ് ആ സിനിമകളിലെ എല്ലാ അപ്രോച്ച്. ഈ ഒരു സിനിമയ്ക്കകത്ത് ആ അപ്രോച്ചിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് മനഃശാസ്ത്രപരമായിട്ട് പ്രശ്നങ്ങളുള്ള എല്ലാ ആളുകളും വളരെ ഫ്രീ ആയിട്ടും വളരെ ജോളിയായിട്ടും അവരുടെ ജീവിതത്തിൻ്റെ ഭാഗം ആ ഒരു അസുഖം, അല്ലെങ്കിൽ ആ ഒരു അസുഖം എന്ന് നമ്മൾ ടൈം ചെയ്യുന്ന സംഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ എങ്ങനെ അവർ കൊണ്ടുപോകുന്നു, അവിടെ വളരെ ഭംഗിയായിട്ട് അത് ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് അതെങ്ങനെ കൊണ്ടുപോകുന്നു, അവർക്ക് സംഭവിക്കുന്ന പലതരത്തിലുള്ള മാനസികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഉദാഹരണത്തിന് ഡിപ്രഷൻ, ആങ്സൈറ്റി, പിന്നെ ഈ ആത്മഹത്യാപരമായിട്ടുള്ള ഒരു സൂയിസൈഡൽ ടെൻഡൻസി, പിന്നെ ലോൺലിനെസ്, ഇങ്ങനത്തുള്ള പല തീമുകളും വളരെ ഡെപ്തിൽ അനാലിസിസ് ചെയ്യുന്ന ഒരു സിനിമയാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മളുടെ കുടുംബ ബന്ധങ്ങൾ, അപ്പോൾ അച്ഛൻ മകൻ റിലേഷൻഷിപ്പ്, അമ്മ ആയിട്ടുണ്ടായിരുന്ന റിലേഷൻഷിപ്പുകൾ, പിന്നെ കാമുകന്മാരായിട്ടുള്ള റിലേഷൻഷിപ്പ്, അതിൻ്റെ ബ്രേക്കപ്പിനെ തുടർന്നുണ്ടാകുന്ന ആ ഒരു ഡിപ്രഷൻ ആൻഡ് ഒറ്റപ്പെടൽ, പിന്നെ അതിനുശേഷം തന്നെ വിനയ് ഫോർട്ടിൻ്റെ കഥാപാത്രം അവതരിപ്പിക്കുന്ന അവരുടെ ഒരു കുടുംബജീവിതത്തിലെ താളപ്പിഴകൾ, സാമ്പത്തിക ഞെരുക്കം മൂലം ഉണ്ടാവുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങൾ തുടങ്ങിയെല്ലാം വളരെ വൈഡ് വെറൈറ്റി ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനകത്തൂടാണ് ഈ സിനിമ കൊണ്ടുപോകുന്നത്. അതിൻ്റെ കൂടെ തന്നെ ധ്യാനിൻ്റെ ഒരു കഥാപാത്രം ഈ സിനിമയിൽ വരുന്നുണ്ട്. അപ്പോൾ ആ കഥാപാത്രം വരുമ്പോൾ അതൊരു പ്രത്യേക ഒരു ട്രാക്ക് തന്നെ ആ സിനിമയ്ക്ക് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഉള്ള മൾട്ടിപ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ആ സിനിമയിൽ വളരെ ഇൻഡെപ്തായിട്ട് പറഞ്ഞതുകൊണ്ട് അതിന് ഈ പരസ്പരപരമായിട്ടുള്ള ഒരു കണക്ഷൻ എവിടെയോ നഷ്ടപ്പെട്ടതായിട്ട് ഇത് കാണുന്ന ആൾക്കാർക്ക് സംഭവിച്ചെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതിനകത്ത് ഓരോ ആൾക്കാരുടെയും ഒരു ജീവിതം അവർ വളരെ ഓപ്പൺ അല്ലെങ്കിൽ വൈഡായിട്ടുള്ള ഒരു രീതിയിലാണ് അവർ പ്രസൻറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ ഓപ്പൺ എൻഡഡ് ആയിട്ടുള്ള തോട്ടുകളോ അല്ലെങ്കിൽ വൈഡായിട്ടുള്ള സംഭവങ്ങളോ ആൾക്കാർക്ക് പെട്ടെന്ന് ചിലപ്പം അവർക്ക് അണ്ടർസ്റ്റാൻഡ് ആയില്ലെന്നിരിക്കും. അപ്പോൾ ആ ഒരു സാഹചര്യം വരുമ്പോഴത്തേക്ക് ഇത് കണ്ട ആൾക്കാർക്ക് ഇതിനകത്ത് ഒരു ഡിസ്കണക്റ്റ് തോന്നുന്നു തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഈ സിനിമയുടെ ഒരു പ്രധാനപ്പെട്ട പ്ലസ് പോയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ സ്ലോ ആയിട്ടാണ് പോകുന്നതെന്നാണ് എനിക്ക് തോന്നിയത്. അത് ആ സിനിമയുടെ ഒരു പ്ലസ് പോയിൻ്റ്. കാരണം നമുക്ക് ആ സിനിമയിലോട്ട് വളരെ ന്യൂആൻസ്ഡ് ആയിട്ട് കടന്നു ചെല്ലാനും അതിനുശേഷം
നമ്മൾ ഓരോരോ കഥാപാത്രങ്ങൾ ചെയ്യുന്ന ആ ഒരു പ്രവർത്തികളുമായിട്ട് നമുക്ക് എമ്പതൈസ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എസ്പെഷ്യലി എബി എന്ന കഥാപാത്രം ഫഹദ് ഫാസിൽ അഭിനയിക്കുന്ന ആ കഥാപാത്രത്തിന് ഒരു സൂയിസൈഡൽ ടെൻഡൻസി ഉള്ള ഒരു കഥാപാത്രത്തിൻ്റെ മകനായിട്ടാണ്. അതായത് ലാലിൻ്റെ കഥാപാത്രത്തിന് സൂയിസൈഡൽ ടെൻഡൻസി ഉണ്ട്. പക്ഷേ ഇതൊന്നും വളരെ നമുക്ക് ഒരു മെൻ്റലി ഒരു ഇമ്പാക്റ്റ്, നമുക്ക് ഒരു സ്ട്രെയിനിങ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാതെ തന്നെ വളരെ ലൈറ്റായിട്ടാണ് ഈ ഇതിൽ പറഞ്ഞു പോയിരിക്കുന്നത്. അത് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അതുപോലെ തന്നെ ധ്യാനിൻ്റെ കഥാപാത്രം ഈ സിനിമയിൽ കുറച്ച് നേരമേ ഉള്ളൂ, അതൊരു പ്രത്യേക ഒരു ട്രാക്കാണ്. അപ്പോഴത്തേക്ക് ഫഹദ് ഫാസിലിൻ്റെ കഥാപാത്രവും അങ്ങനത്തുള്ള കഥാപാത്രങ്ങളെല്ലാം സിനിമയിൽ നിന്ന് ഐസൊലേറ്റഡ് ആയി പോകുന്നു. അപ്പോൾ അവിടെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആ നടിയും ധ്യാനിൻ്റെ കഥാപാത്രവും തമ്മിലൊരു കണക്ഷൻ വരുമ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ ധ്യാനിൻ്റെ കഥാപാത്രം അപ്രത്യക്ഷമാവുന്നു, അദ്ദേഹത്തിന് എന്തോ സംഭവിക്കുന്നു. അതിനുശേഷം ഫഹദ് ഫാസിലും ആ കുട്ടിയുമായിട്ടുള്ള ഒരു ഇടപഴകലൊക്കെ വരുമ്പോഴത്തേക്ക് ആ സിനിമ വേറൊരു ട്രാക്കിലേക്ക് പോകുന്നു. അപ്പം പ്രധാനപ്പെട്ട നായികയെ സൈഡ് ലൈനായി പോകുന്നു. അതിനുശേഷം എന്താണ് സംഭവിക്കുന്നത്? പിന്നെ ഇതിനകത്ത് ഒരു മെറ്റഫോറുണ്ട്. ഒരു കാർണിവലിൽ പോകുമ്പോഴത്തേക്ക് ഒരു മാംഗോ ജ്യൂസ് കുടിക്കുന്ന പോലത്തെ ഒരു മെറ്റഫോർ. അപ്പോൾ ആ മെറ്റഫോർ തന്നെ പല ആൾക്കാർക്കും കൺഫ്യൂഷൻ ഉണ്ടാകും. കാരണം എന്താണ് ആ മെറ്റഫോർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു റിക്കറിങ് ആയിട്ടുള്ള ഡ്രീം ഫഹദ് ഫാസിലിന് വരുന്നുണ്ട്. അപ്പോൾ ആ ഡ്രീമിനകത്ത് എന്താണ് ഉദ്ദേശിക്കുന്നത്? എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫഹദ് ഫാസിലിൻ്റെ ജീവിതത്തിൽ എന്തോ ഒരു കാര്യം അദ്ദേഹത്തിന് മിസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ആ മിസ് ചെയ്യുന്ന കാര്യം എന്താണെന്ന് അദ്ദേഹത്തിന് അറിയുന്നില്ല. അതൊരു കാർണിവൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വൈഡ് വെറൈറ്റി ആയിട്ടുള്ള ഒരു കളർഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നമ്മൾ പോകുന്ന സമയത്ത് നമ്മളൊരു കുട്ടികളെ പോലെ നമുക്ക് എന്ത് വേണം നമുക്കറിയത്തില്ല. നമ്മളൊരു കുഞ്ഞുനാളിൽ ഒരു കാർണിവലിലോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു വലിയ ഉത്സവത്തിന് പോയി കഴിഞ്ഞാൽ അവിടെ ഉള്ള പി വേണോ, അല്ലെങ്കിൽ കളിപ്പാട്ടം വേണോ, ഇനി അവിടെ സേമിയ പായസം വിൽക്കുന്ന സേമിയ വേണോ, ഇനി ഐസ്ക്രീം വേണോ, എന്ത് വേണം നമുക്കറിയത്തില്ല. കാരണം എന്തിൽ ആനന്ദം കണ്ടെത്തണം എന്നുള്ളത് നമുക്ക് കൺഫ്യൂഷനാണ്. അപ്പോൾ അങ്ങനെ ഒരു കൺഫ്യൂഷനിൽ വന്ന ശേഷം ഫഹദ് ഫാസിലിന് അയാൾക്ക് ഇഷ്ടപ്പെട്ട ഒരു മാംഗോ ജ്യൂസ് എടുത്ത് കുടിക്കാൻ നേരത്ത് ആ ഒരു സീനിൽ ഒരു ഗ്ലിച്ച് സംഭവിക്കുന്നതായിട്ടും ആ മാംഗോ ജ്യൂസ് അദ്ദേഹത്തിന് കുടിക്കാൻ പറ്റുന്നുണ്ടോ അല്ലെങ്കിൽ പറ്റുന്നില്ലേ എന്നൊക്കെ ഉള്ളവർ, അതായത് ജീവിതത്തിലെ ഹാപ്പിനെസ് അദ്ദേഹം തേടാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അത് എങ്ങനെ കിട്ടണം എന്നുള്ള കാര്യത്തിൽ അദ്ദേഹത്തിന് കൺഫ്യൂഷനാണ്. ആ കൺഫ്യൂഷനാണ് ആ മെറ്റഫോറിലൂടെ ഈ അൽതാഫ് പറയാൻ ഉദ്ദേശിച്ചതാണ് എനിക്ക് തോന്നുന്നത്. ബട്ട് പല ആൾക്കാർക്കും അതൊരു ഡിസ്കണക്റ്റായിട്ട് തോന്നിയിട്ടുണ്ടാവാം. പിന്നെ അതിനകത്ത് ഫൈനൽ ആക്റ്റ് ആകുമ്പോഴത്തേക്ക് നിധി എന്ന കഥാപാത്രം, നായിക കല്യാണി പ്രിയദർശന അവതരിപ്പിക്കുന്ന കഥാപാത്രവും എബിയും ആ കാർണിൽ വെച്ച് മീറ്റ് ചെയ്യുന്നതായിട്ടും അവർ മാംഗോ ജ്യൂസ് ആസ്വദിക്കുന്നതായിട്ടൊക്കെയാണ് അതിൻ്റെ ഒരു ക്ലൈമാക്സിൽ ഇത് കഥാപാത്രമായിട്ട് പോകുന്നത്. പിന്നെ ഇടയ്ക്ക് വെച്ച് തന്നെ അതിനകത്ത് ഒരു റോള് റിവേഴ്സിലാവുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ചില ആൾക്കാർക്ക് ഇത് മൊത്തത്തിൽ കണക്റ്റ് ആവാൻ പോയതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഫഹദ് ഫാസിൽ കോമയിൽ കിടക്കുമ്പോൾ കാണുന്ന സ്വപ്നമാണോ ബാക്കിയുള്ള സിനിമയെന്ന് പോലും ചില ആൾക്കാർക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവുന്നുണ്ട്. അപ്പം അദ്ദേഹം കോമയിൽ നിന്ന് എഴുന്നേറ്റോ അതോ കോമയിൽ തന്നെ ഇരിക്കുമ്പോൾ കാണുന്ന ഒരു സ്വപ്നമാണോ ഈ സിനിമ? അങ്ങനത്തുള്ള വളരെ ഓപ്പണായ എൻഡഡ് ആയിട്ടുള്ള ചിന്തകൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാണ് സിനിമ അദ്ദേഹം അൽതാഫ് അത് എഴുതിയിട്ടുള്ളത്. എനിക്ക് തോന്നും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന് അനുഭവപ്പെട്ട പല കാര്യങ്ങളും അല്ലെ അദ്ദേഹം കണ്ട് മനസ്സിലാക്കിയ പല കഥാപാത്രങ്ങളും ഇതിലേക്ക് അദ്ദേഹം സന്നിവേശിപ്പിച്ചിട്ടുണ്ടെന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട്. കാരണം അതിനകത്ത് കാണുന്ന പലതരത്തിലുള്ള മെൻ്റൽ സ്റ്റേറ്റിലുള്ള ആൾക്കാരും നമ്മളുടെ ഇടയിലൊക്കെ നമുക്ക് സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചാൽ കാണാൻ പറ്റും. അവരെയൊക്കെ മരുന്ന് കൊടുത്ത് ചങ്ങലക്കിടണമെന്നോ അല്ലെന്നുണ്ടെങ്കിൽ ഭ്രാന്താണെന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്നോ അങ്ങനത്തെ ഒരു സാഹചര്യമല്ല. ഇപ്പോഴത്തെ കാലത്ത് മെൻ്റൽ വെൽബീയിങ് എന്നുള്ളത് തന്നെ ഒരു വലിയ പ്രശ്നമാണ്. ലോൺലിനെസ് എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ അങ്ങനത്തെ ഉള്ള ഒരു പ്രശ്നത്തെ, അല്ലെങ്കിൽ നമുക്കൊരു ഒരു ലവ് ബ്രേക്ക് ഉണ്ടായി അല്ലെന്നുണ്ടെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്ക് ഉണ്ടായി, അതിൽ നിന്ന് കോപ്പപ്പ് ആവാൻ വേണ്ടിയിട്ട് പല ആൾക്കാരും സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്തും അവിടെയൊക്കെ പോയി സഹായങ്ങൾ നേടുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് പറയുന്നതെന്ന് വെച്ചാൽ അങ്ങനത്തുള്ള ഒരു എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള സഹായം നേടുന്നതായിട്ട് കാണുന്നില്ല. കാരണം ഫഹദ് ഫാസിലിൻ്റെ കഥാപാത്രം കുതിരപ്പുറത്തുനിന്ന് വീണ് അദ്ദേഹത്തിന് പരിക്ക് പറ്റി ഹോസ്പിറ്റലിൽ പോകുന്നതാണ്. അല്ലാതെ അതൊരു മെൻ്റൽ പ്രോബ്ലം ആണെന്ന് ഇതിനകത്ത് അവർ പറഞ്ഞു വെക്കാനൊന്നും ശ്രമിക്കുന്നില്ല. അപ്പം ഫഹദ് ഫാസിൽ തന്നെ ജീവിതത്തിൻ്റെ ഒരു അർത്ഥം കണ്ടെത്തുക എന്നുള്ളതാണ് ആ മാംഗോ ജ്യൂസ് കുടിക്കുന്നതിലൂടെ നമുക്ക് മനസ്സിലാവുന്നത്. അത് നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ വിക്ടർ ഫ്രാങ്കൽ എന്ന് പറഞ്ഞിട്ട് ഒരു എഴുത്തുകാരൻ്റെ ദ മീനിങ് ഓഫ് ലൈഫ് എന്നൊരു പുസ്തകമുണ്ട്. അപ്പോൾ ആ പുസ്തകമായിട്ട് ബന്ധപ്പെട്ട് നമ്മളതിനെ ഒന്ന് അനാലിസിസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനെ കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും. കാരണം വിക്ടർ ഫ്രാങ്കൽ ഒരു ജൂതനായിരുന്നു. രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ സമയത്ത് ഓസ്റ്വിച്ച്
കോൺസെൻട്രേഷൻ ക്യാമ്പിൽ കിടന്ന സമയത്ത് അദ്ദേഹം അനുഭവിച്ച ആ ഒരു ദുഃഖങ്ങളും ദുരിതങ്ങളും, പിന്നീട് ആ ദുഃഖങ്ങളും ദുരിതങ്ങളിൽ നിന്നും ലൈഫിനൊരു പർപ്പസ് കണ്ടെത്താൻ വേണ്ടിയിട്ട് അദ്ദേഹം നടത്തിയ ആ ഒരു അവിടെ ആ ക്യാമ്പിൽ നിന്നും അദ്ദേഹം നടത്തിയ അതിജീവനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രവൃത്തിയും, ആ ക്യാമ്പിൽ അത്രയും കഷ്ടപ്പാടുകളുടെ ഇടയിലും ആൾക്കാർ എങ്ങനെങ്കിലും ഇന്ന് മരിക്കുമോ നാളെ മരിക്കുമോ എന്നുള്ള ആ ഒരു കഷ്ടപ്പാടിനിടയ്ക്കും അവർ എന്നെങ്കിലും യുദ്ധം തീരും, സോവിയറ്റ് പട്ടാളം എത്തി ജർമ്മനിയെ തകർത്ത ശേഷം ഞങ്ങൾക്കെല്ലാം സ്വാതന്ത്ര്യം ലഭിക്കും എന്നുള്ള ഒരു ചിന്തയിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് ആ ജീവിതത്തിൽ ഒരു പർപ്പസ് കണ്ടെത്തുക, ജീവിതത്തിനൊരു മീനിങ് കണ്ടെത്തുക എന്നുള്ളതാണ് ആ ഒരു വളരെ മെറ്റിക്കുലസ് ആയിട്ട് ആ ഒരു തീമാണ് ഈ സിനിമയിൽ ഇവർ കൊണ്ടുവന്നേക്കുന്നത്. അതായത് ഭഗത് ഫാസിലിൻ്റെ ജീവിതത്തിൽ ഒരു മീനിങ് ഇല്ലാതായപ്പോൾ സമയത്ത് അദ്ദേഹം മറ്റുള്ള ഒരാളുടെ ലൈഫ് രക്ഷിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ആക്റ്റായിട്ടാണ് ആ സിനിമയിൽ നമ്മൾ കാണിക്കുന്നത്. ആ മറ്റുള്ള ഒരാളുടെ ലൈഫ് രക്ഷിക്കുക എന്നുള്ളത് സ്വന്തം ലൈഫിൻ്റെ പർപ്പസാക്കി മാറ്റിയെടുത്ത ശേഷം ആ പർപ്പസിലൂടെ സ്വന്തം ജീവിതത്തിൻ്റെ ആ ഒരു ഇതിന് വിലയുണ്ട്, എൻ്റെ ജീവിതത്തിന് വിലയുണ്ട്, അങ്ങനെ ആ ഒരു ആത്മഹത്യ ചെയ്യേണ്ട ഒരാളല്ല നമ്മൾ, കുറച്ചൊക്കെ ബുദ്ധിമുട്ടുകളിലും കഷ്ടപ്പാടുകളിലും ഡിപ്രഷനിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കത് അതിൽ താണ്ടി മുന്നേറണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിനൊരു പർപ്പസ് ഉണ്ടാക്കുക, ഒരു മീനിങ് ഉണ്ടാക്കുക, അതിനുവേണ്ടി നമ്മൾ നിരന്തരം പരിശ്രമിക്കുക എന്നുള്ള ഒരു വലിയ ബ്രോഡനായിട്ടുള്ള ഒരു ഓപ്പൺ എൻഡഡ് ആയിട്ടുള്ള തോട്ടാണ് ആ സിനിമ തരുന്നത്. അതുകൊണ്ടൊക്കെ ആയിരിക്കും ചിലപ്പം ഈ ലോക പോലുള്ള ഒരു സിനിമയുടെ കൂടെ, വളരെ ഡയറക്റ്റ് സ്പൂൺ ഫീഡിങ് ആയിട്ടുള്ള ഒരു സിനിമയുടെ കൂടെ റിലീസ് ചെയ്തിട്ട് ഇത്രയും ഓപ്പൺ എൻഡഡ് ആയിട്ടുള്ള മനോഹരമായിട്ടുള്ള ഫിലോസഫി കൈകാര്യം ചെയ്യുന്ന ഒരു സിനിമ പരാജയപ്പെട്ടെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. കാരണം നമ്മൾ തിയേറ്ററിൽ പോകുന്ന ഓഡിയൻസ് എല്ലാം അവർക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് അവർക്ക് ഇത് വേണം. കാരണം ഓപ്പൺ എൻഡഡ് ആയിട്ട് ചിന്തിക്കാൻ പോലും നമ്മളെ ഇന്ന് ടെക്നോളജി നമ്മളെ സമ്മതിക്കുന്നില്ല. കാരണം ഇപ്പം ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ്റെ കാലമായത് കാരണം ആൾക്കാരൊക്കെ ഫേസ്ബുക്ക് അല്ലെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം അല്ലെ സ്നാപ്ചാറ്റ് പോലുള്ള സ്ഥലത്ത് പോയിട്ട് പെട്ടെന്ന് തന്നെ ഇൻഫർമേഷൻ നമ്മൾ കൺസ്യൂം ചെയ്യുക. അത് എന്താണോ അവർ ഡയറക്റ്റ് പറയുന്നത്, ഒരു ഒപ്പീനിയനായിട്ടുള്ള ഇൻഫർമേഷൻ നമ്മൾ കൺസ്യൂം ചെയ്ത ശേഷം നമ്മുടെ ക്രിട്ടിക്കൽ തോട്ട് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ അനാലിസിസ് എന്നുള്ള ഒരു സംഭവം നമുക്ക് എന്നേക്കുമായിട്ട് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള സിനിമകൾ നമ്മളെ വീണ്ടും ക്രിട്ടിക്കൽ തോട്ടിലേക്ക് കൊണ്ടുപോകും എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതുകൊണ്ട് ദിസ് ഈസ് നോട്ട് എവരി വൺസ് കപ്പ് ഓഫ് ടീ, ബട്ട് ഈ സിനിമ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ, ഇത് സിനിമയെ പറ്റി നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ തന്നെ ഒരു പർപ്പസോ മീനിങ്ങോ എന്താണെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള ഒരു പ്രചോദനം ഉണ്ടാകും. കാരണം ഈ ഒരു വീഡിയോ ചെയ്യുന്നതിന് മുന്നേ ഞാൻ പലവട്ടം ഞാൻ ചിന്തിച്ചു ഇതിനിങ്ങനൊരു വീഡിയോ ചെയ്യണോ, പക്ഷേ എനിക്കത് തോന്നി. കാരണം ഇങ്ങനൊരു വീഡിയോ ഡോക്യുമെൻറ്റ് ചെയ്യേണ്ടത് എൻ്റെ ഒരു ആവശ്യമാണ്. കാരണം ഇത് എനിക്ക് ആ സിനിമ കണ്ടപ്പോൾ തോന്നിയ ആ കാര്യങ്ങൾ ഇത് പറഞ്ഞ് ഡോക്യുമെൻറ്റ് ചെയ്യുക, അത് എൻ്റെ ആ സിനിമ കണ്ടതിൻ്റെ ഒരു പർപ്പസ് എന്നുള്ള നിലയിലാണ് ഈ വീഡിയോ ഞാനിപ്പം ചെയ്തത്. എന്തായാലും താങ്ക് യു.